നമസ്കാരം. പതിരും കതിരും. അടിച്ചതിന് മീതെ അടിച്ചാൽ അമ്മിയും പൊളിയും എന്നൊരു ചൊല്ലുണ്ട്. ആ അവസ്ഥയിൽ ഒരു പൊളിഞ്ഞ അമ്മിയായി മാറുകയാണ് കരിങ്കല്ലിനേക്കാൾ ഉറപ്പുണ്ടെന്ന് നമ്മൾ കരുതിയ കഠിന ഹൃദയനായ പിണറായി വിജയൻ. ഇന്ന് കൊല്ലത്ത് ഒരു വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മാമുണ്ണാൻ പോയ പിണറായി വിജയനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടാൽ സകല കമ്മികളും അന്തങ്ങളും തലയിൽ കൈവച്ചു പോകും. നാളെ നാളെ എന്നായിട്ട് ഭഗവാനെ കാണാനിത്ര എന്ന മട്ടിൽ ബാക്കി നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് തടി തപ്പിയത്. അദ്ദേഹം അതാ നടന്നു പോവുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യശരങ്ങൾ കൂരമ്പുകൾ പോലെ പിന്നാലെ പാഞ്ഞു ചെല്ലുന്നു. അതിലൊരുത്തൻ മുഴങ്ങുന്ന ശബ്ദങ്ങളിൽ ആക്രോശിക്കുന്നു. ഇത് മോശമാണ് CMA. കൈരളിയും ദേശാഭിമാനിയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയാറുള്ളൂ. അതിനെന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചത് മെനക്കെടുത്തിക്കുന്നത്? ഞാൻ കുറേ നേരമായി അങ്ങയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് മോശമാണ് CMA. അപ്പോഴും പിണറായി ഒന്നും അറിയാത്ത ഭാവത്തിൽ നടന്നു പോവുകയാണ്. മാപ്ര വിടുന്നില്ല. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയത് അങ്ങാണെന്നാണ്. പിന്നെ എന്തിനാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഇങ്ങനെ പോകുന്നത്? മോശമല്ലേ CMA ഇത്? ആളുകളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയല്ലേ? മറുപടി പറയാതെ പോയ പിണറായി വിജയനെ ആ ചോദ്യം വല്ലാതെ പൊള്ളിച്ചു കളഞ്ഞു. പെട്ടെന്ന് നിന്ന് മുഖ്യമന്ത്രി കരുത്തോടെ തിരിച്ചു വരുന്നു. നിനക്ക് ഇപ്പോൾ കിട്ടുമടാ എന്ന മട്ടിൽ മാപ്രകൾ ഭയന്നു. സെക്യൂരിറ്റിക്കാർ പയ്യനെ നോക്കി വെച്ചു. ഗൺമാൻ പത്തലെടുക്കാൻ പോയി. രാജരാജ ചോരൻ വിജയപ്രതാപ സിംഹനോട് ധിക്കാരം പറഞ്ഞവൻ്റെ പുരയ്ക്ക് ബോംബെറിയാൻ സന്ദേശം പുറപ്പെടുകയായി. വീണ്ടും മൈക്കിൻ്റെ മുമ്പിലെത്തിയ പിണറായി വിജയൻ ഇരുന്നു. മൈക്കിൻ്റെ കഴുത്തു പിടിച്ച് ഞെരിച്ചു. എല്ലാ ശ്വാസകോശങ്ങളും വായു പുറത്തേക്ക് വിടാതെ നിശ്ചലം നിന്നു. മുഖ്യൻ പറയുകയായി, ചോദ്യം മനസ്സിലിരുന്നാൽ പോരാ, ചോദിക്കണം. എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞതാണ്. നിങ്ങൾ പ്രത്യേക ഉദ്ദേശ്യത്തോടെ വന്നതാണ്. സമയം കഴിഞ്ഞതിനാലാണ് ഞാൻ നിർത്തിയത്. ഇത്രയും പറഞ്ഞ് പിന്നെയും പിണറായി തിരിച്ചു പോകുന്നു. ഇത്രയേ ഉള്ളൂ ഈ പിണറായി വിജയൻ. ആണൊരുത്തൻ നേർക്കുനേർ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ തോറ്റോടും ഈ പരാക്രമി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് കടക്കൂ പുറത്ത് എന്നൊരു ആജ്ഞാസ്വരം മുഴങ്ങിയല്ലോ. ഇന്നത്തെ തലമുറയ്ക്ക് മുമ്പിലായിരുന്നു ആ സ്വരമെങ്കിൽ എന്തായിരിക്കും ഫലം? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി മുഖ്യമന്ത്രി എന്ന് അന്നത്തെ മാധ്യമപ്രവർത്തകർ പറയുമായിരുന്നു. പരനാറി നികൃഷ്ടജീവി, തുളുനാടൻ കളരിയിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചു വന്ന എന്നോടാണോടാ നിന്റെ പീറച്ചോദ്യം? പുറത്തുപോടാ, ഈ ടെറിറ്ററിയിൽ നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പിണറായി പറയുമെന്നാണ് കരുതിയത്. ഇപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ പിണറായി. വാർത്താ സമ്മേളനത്തിൽ നാലുപാടും കൈരളിക്കാരെയും ദേശാഭിമാനിക്കാരെയും അങ്ങ് വിന്യസിക്കും. മറ്റുള്ളവരുടെ ചോദ്യങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം തടി തപ്പാനുള്ള തന്ത്രമാണിത്. ഇതാണോ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ? ബോംബിനെ ഉണ്ടംപൊരിയായും വടിവാളിനെ വാഴക്കുമ്പായും മാറ്റിയ പിണറായി തനിക്ക് നേരെ നീണ്ടുവന്ന വാളുകളെ ഓമത്തണ്ടുകളായി ഒടിച്ച ചരിത്രമുണ്ട്. ഇപ്പോൾ കാണുന്ന പുതിയ ട്രെൻഡുണ്ട്. KSUക്കാർ പോലും സംഘം ചേരുന്നില്ല. 3-4 പേർ ഓടിയെടുത്താൽ തന്നെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തുളുക്കും. വയനാട്ടിൽ കോൺഗ്രസ് വാങ്ങിയിട്ട ഭൂമിയിൽ കുടില് കെട്ടാൻ ആളെ കൂട്ടിച്ചെന്ന വസീഫിനെയും സംഘത്തെയും കാറിൽ വന്ന ഒരുത്തൻ ഇത് തെമ്മാടിത്തരമാണടാ എന്ന് പറഞ്ഞ് ഫള്ളു പറയുന്നു. ജനശത്രുവായി മാറിയ പിണറായി വിജയനെ ഒറ്റയ്ക്ക് ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒറ്റയാൾ സമരങ്ങൾക്ക് മുമ്പിലാണ് പാർട്ടി പതറിപ്പോകുന്നത്. ഒറ്റയാന്മാർക്ക് ഭയമില്ലാതെയായാൽ പാർട്ടി പരിങ്ങിപ്പോകും. ഇന്നലെ മനോരമയുടെ ചർച്ചയിൽ ഒരു കോൺഗ്രസ് നേതാവ് AKG സെൻറ്ററിന് തീയിട്ട് കളഞ്ഞു. ഒരു പറ്റം ആളുകൾ അയാളെ കൈകാര്യം ചെയ്യാനായി ആഞ്ഞെടുക്കുന്നു. ഇതൊക്കെ ഒരു ലക്ഷണമാണ്. ഈ ഒറ്റയ്ക്കുള്ള ശബ്ദങ്ങളുടെ പിന്നിൽ ആയിരങ്ങൾ അണിചേരുന്നുണ്ട്. അവർ സംഘടിതരല്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവർ ആ പ്രതിഷേധത്തിൻ്റെ ജ്വാല പടർത്തുകയാണ്. ഇങ്ങനെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്ന് പ്രജാപതിയോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അന്നത്തെ ആ കടക്ക് പുറത്ത് എന്ന ഡയലോഗ് കേൾക്കുമായിരുന്നില്ല. എന്ന ഈ പ്രസ്ഥാനം നന്നായി പോകുമായിരുന്നു. ഈ മനുഷ്യൻ്റെ ഹുങ്ക് താഴെ വരുമായിരുന്നു. പ്രതാപത്തിൻ്റെ വൻ കോട്ടകൾ തകരുമായിരുന്നു. ഇനി കമ്മികൾ ആ മാധ്യമപ്രവർത്തകരുടെ ജാതകം തേടിയിറങ്ങും. തീവ്രവാദിയെന്നും കൊങ്ങിയെന്നും മുദ്രകുത്തും. കോൺഗ്രസ്സുകാരനാണെന്ന് കണ്ടെത്തും. അവൻ്റെ കുടുംബ പശ്ചാത്തലം വെച്ച് കഥകൾ മെനയും. അറിഞ്ഞിടത്തോളം അയാൾ മരക്കുറ്റി ചാനലിൻ്റെ റിപ്പോർട്ടറാണെന്നാണ് അറിയുന്നത്. അവിടെ 1-2 പേരുണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കാൻ. ബോംബ് സംഘം ഇന്ന് രാത്രി ഉറങ്ങില്ല. ധാർത്തരാഷ്ട്ര പ്രതാപത്തിൻ്റെ കോട്ടയത തകരാൻ തുടങ്ങുന്നു. ആര് ചോദ്യം ചോദിച്ചാലും പ്രത്യേക അജണ്ടയുമായി വന്നു എന്നാണ് പിണറായി പറയുന്നത്.
അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക നില പരിശോധിക്കണമെന്ന് പറയും. ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുക എന്ന് മാധ്യമപ്രവർത്തകരും പറഞ്ഞു തുടങ്ങി. ഇന്ന് മുതൽ മുഖേന തൊണ്ടവേദനയ്ക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ വെള്ളം കൂടിയല്ലാതെ ഒന്നും പറയാനില്ല. ആ ചോദ്യകർത്താവിനെതിരെ കലാപാഹ്വാനത്തിന് കേസ് വരുമോ എന്തോ. അയാൾ കസേര വലിച്ചെറിയാൻ തുടങ്ങി എന്നൊരു വകുപ്പ് കൂടി ചേർത്താൽ 2 ആഴ്ച അവനെ പേടിക്കണ്ട.